പല സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മലയാള സിനിമ ഇന്ന് വരെ കണ്ട ഏറ്റവും അഭിനയമുള്ള 8 സൂപ്പർ സ്റ്റാറുകളെ കുറിച്ച്. ഏറ്റവും മികച്ച അഭിനയം കാഴ്ചവെക്കുന്ന നടന്മാർ. അതിൽ ഒന്നാം സ്ഥാനം ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറാണ്. പ്രേം നസീർ സാറിനോളം അഭിനയമുള്ള ഒരു നടൻ മലയാള സിനിമ ഇന്ന് വരെ കണ്ടിട്ടില്ല. അത്രയും വലിയ സൂപ്പർ സ്റ്റാർ മലയാള സിനിമയിൽ ഇന്ന് വരെ ഇല്ല. നസീർ സാറിനോളം വലിയ സൂപ്പർ സ്റ്റാർ മലയാള സിനിമ ഇന്ന് വരെ കണ്ടിട്ടില്ല. രണ്ടാം സ്ഥാനം കൊടുക്കേണ്ടത് സത്യം മാഷ്ക്കാണ്. സത്യം മാഷ് നല്ല ഭാവ അഭിനയമുള്ള നടനാണ്. നസീർ സാറിനോളം ഇല്ലെങ്കിലും നസീർ സാറിനേക്കാൾ ഒരു പടി താഴെയാണ് സത്യം മാഷ് അഭിനയത്തിൽ. സൂപ്പർ താരം എന്നുള്ള നിലയിൽ നസീർ സാറിനേക്കാളും എത്രയോ താഴെയാണ് സത്യം മാഷ്. എന്നാലും സത്യം മാഷ്ക്ക് രണ്ടാം സ്ഥാനം. മൂന്നാം സ്ഥാനം കൊടുക്കേണ്ടത് MG സോമനാണ്. MG സോമൻ നല്ല ഭാവ അഭിനയമുള്ള നടനാണ്. MG സോമൻ കൈകാര്യം ചെയ്യുന്ന റോളൊന്നും പിന്നെ ഈ MG സോമന് ശേഷം വന്ന നടന്മാർക്കൊന്നും എടുക്കാൻ കഴിയില്ല. അത് അന്നത്തെ കാലത്ത് കുറേ പടങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ. ഇതായോടെ പേര്, മൂഞ്ഞാല്, ഒരു പ്രത്യേക നല്ല അഭിനയമുള്ള നടനാണ് MG സോമൻ. പിന്നെ നാലാം സ്ഥാനം കൊടുക്കേണ്ടത് മധുചേട്ടനാണ്. മധുചേട്ടനും നല്ല ഭാവ അഭിനയമുള്ള നടനാണ്. ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു അഭിനയം, ഒരു ഗൗരവമുള്ള റോളിൽ നാലാം സ്ഥാനം. അഞ്ചാം സ്ഥാനം കൊടുക്കേണ്ടത് സുകുമാരനാണ്. സുകുമാരൻ നല്ല സ്ഫുടതയുള്ള ഡയലോഗും പിന്നെ കുറച്ച് ഫ്ലെക്സിബിളായിട്ടുള്ള അഭിനയം. അഞ്ചാം സ്ഥാനം സുകുമാരന്. പിന്നെ ആറാം സ്ഥാനം കൊടുക്കേണ്ടത് ജയൻ ചേട്ടനാണ്. ജയൻ ചേട്ടൻ ആക്ഷൻ ഹീറോ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നത്, എന്നാലും നല്ല അഭിനയമുള്ള നടനാണ് ജയൻ ചേട്ടൻ. ആൾക്കാർ പലതും പറയും അഭിനയമില്ല, വെറും ഫൈറ്റ് മാത്രമേ പറ്റുള്ളൂ. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് അഭിനയിക്കാൻ അറിയുന്ന നടനാണ് ജയൻ ചേട്ടൻ്റെ. ആക്ഷൻ ഇല്ലാത്ത പടത്തിൽ ജയൻ ചേട്ടൻ നല്ല അഭിനയമാണ്. ഏതോ ഒരു സ്വപ്നം, അനുപല്ലവി, പിന്നെ ഇടിമുഴക്കം, അതിലൊന്നും ഫൈറ്റില്ല, എന്നാൽ അഭിനയം കാഴ്ചവെച്ച പടമാണ്. ഏഴാം സ്ഥാനം മോഹൻലാലാണ്. മോഹൻലാൽ ഫ്ലെക്സിബിളാണ്. പിന്നെ ഈ പറഞ്ഞ നസീർ സാറ് മുതൽ ജയൻ ചേട്ടൻ വരെയുള്ള അവരുടെ അത്ര അഭിനയം മോഹൻലാലിനില്ല. എന്നാലും മോഹൻലാൽ ഒപ്പിച്ചിട്ട് പോകും. മോഹൻലാൽ ഒരു ഏഴാം സ്ഥാനം കൊടുക്കാം. എട്ടാം സ്ഥാനം കൊടുക്കേണ്ടത് മമ്മൂട്ടിക്കാണ്. മമ്മൂട്ടിക്ക് എന്ന് പറഞ്ഞാൽ ഒറ്റ ടൈപ്പ് ഭാവമാണ്. എപ്പോൾ ഒരു ചുണ്ട് വറപ്പിച്ചിട്ടുള്ള ഒരു കണ്ണ് പിന്നെ മേപ്പിച്ചിട്ട് കണ്ണ് ഇങ്ങനെ ചുവപ്പ് കണ്ണാക്കിയിട്ട് ചുണ്ട് വറപ്പിക്കില്ല. അതാണ് മമ്മൂട്ടിൻ്റെ പ്രധാന അഭിനയം. അത് ഒരുവിധം പടത്തിലെല്ലാം അത് തന്നെയാണ്, സെയിമാണ്. മമ്മൂട്ടിക്ക് ഒരു പ്രത്യേക വേഷം ഇട്ട് കൊടുക്കണം. മൃഗേലം പോലത്തെ വേഷം ഇട്ടാലും മമ്മൂട്ടിക്ക് അഭിനയിക്കാൻ കഴിയും. സാധാരണ വേഷത്തിൽ മമ്മൂട്ടിൻ്റെ അഭിനയം പോക്കാം. പിന്നെ എന്തെങ്കിലും മേക്കപ്പ് ഇട്ടിട്ട് മാറ്റിയിട്ട് ആളെ സൂര്യമാനസം പോലത്തെ, മൃഗയെ പോലത്തെ, പിന്നെ